ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ 1963 അവസാനമാണ് പ്രവേശിക്കുന്നത്. അതിനുശേഷം എനിക്ക് നിയമനം കിട്ടിയത് ആ ചേർത്തല താലൂക്ക് വെച്ചില്ലായിരുന്നു. പക്ഷെ അവിടെ നിന്ന് വീണ്ടും പെട്ടെന്ന് തന്നെ ഡെപ്യൂട്ടേഷനായിട്ട് RDO ഓഫീസിലേക്ക് നിയമിച്ചു. RDO വന്ന് NC സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളായിരുന്നു. അപ്പൊ ഇവിടെ വന്ന് ജോലി ചെയ്തു. ഞാൻ ഒരു സീറ്റ് അസിസ്റ്റ് ചെയ്യാനായിട്ട് എന്നെ നിയോഗിച്ചത്. ഇൻഡിപെൻഡന്റ് ആയിട്ട് സീറ്റ് തന്നില്ല, കാര്യം അതിനുള്ള പ്രാപ്തി ആയില്ല. അങ്ങനെ സീറ്റ് തന്ന ശേഷം ലാൻഡ് അക്വിസിഷൻ സീറ്റ് വളരെ ഹെവി ആയിട്ടൊരു സീറ്റാണ്. ആ സീറ്റ് അസിസ്റ്റ് ചെയ്യാനായിട്ടാണ് എന്നെ നിയോഗിച്ചത്. അങ്ങനെ നിയോഗിച്ചു. അപ്പോൾ അവിടെ ഇങ്ങനെ പീരിയോഡിക്കലായിട്ട് സ്റ്റേറ്റ്മെന്റൊക്കെ അയക്കുന്ന ജോലിയുണ്ട്. അപ്പോൾ അത് എഴുതി അന്നത്തെ മുഴുവൻ എഴുത്താണ്. ആ എഴുത്ത് ഞാൻ വിധേയനായി. അങ്ങനെ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കി. അദ്ദേഹം പറഞ്ഞനുസരിച്ച് തയ്യാറാക്കി. അത് RDOക്ക് പോയി. RDO അതിന് വിളിച്ചിട്ട് ആരായി ഈ സ്റ്റേറ്റ്മെന്റ് എഴുതിയിരിക്കുന്നു എന്ന് ചോദിച്ചു. പറഞ്ഞു കാര്യം നമ്മുടെ ഡെപ്യൂട്ടേഷനിൽ വന്നിരിക്കുന്ന ആളാണ്, അയാളെ വിളിക്കുന്നു പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞ ഒന്നും പറയുന്നത് RDO വിളിക്കാൻ കഴിയുന്ന ഞാൻ വളരെ ഭയഭക്തിപരമായിട്ടുള്ളവരാണ് ചെന്നത്. പല നമ്മളെ അപ്പോഴാണ് പറഞ്ഞത് ഇത് തയ്യാറാക്കി നിങ്ങളാണല്ലേ. ശരി. പിന്നെ ഞാനിങ്ങനെ ഈ ക്ഷേമ പെൻഷന്റെ ഇന്റർവ്യൂവിന് പോകുന്നുണ്ട്. അന്ന് RDOയാണ് നമ്മുടെ ഈ 3 പെൻഷൻ, അത് വിഡോ പെൻഷൻ, ഫാമിലി പെൻഷൻ, ഡിസേബിൾഡ് പെൻഷൻ, ഇങ്ങനെ ഈ പെൻഷൻ ആദ്യകാലത്ത് RDO ആയിരുന്നു ഇന്റർവ്യൂ നടത്തി റിപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പം ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ചോദ്യവും ഉത്തരവും നിങ്ങൾ എഴുതണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്റെ കൂടെ വരണമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ആശ്വാസമായി. അപ്പൊ എന്നെ കയ്യക്ഷരായിരിക്കും പിടി വീണത്. പുള്ളി ഇതിനകത്ത് ഈ കയ്യക്ഷരത്തിന്റെ വലിയൊരു പ്രേമിയായിരുന്നു. അദ്ദേഹം അത് ഫയലൊക്കെ എഴുതുമ്പോഴത്തേക്ക് നമുക്ക് പ്രത്യേകം അറിയാൻ പറ്റും. പക്ഷെ അതിനെ അതിജീവിക്കുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ട് ഇങ്ങനെ ചെയ്തു വന്നപ്പോഴത്തേക്കാണ് പുള്ളി അതിനകത്ത് പ്രീതനായി ആണ്. അത് എല്ലാ സ്ഥലത്തും ഇന്റർവ്യൂ എവിടെയെങ്കിലും വെച്ച് നടത്തുന്നെങ്കിൽ അവിടെ ഞാൻ കൂടെ ഫയലുമായിട്ട് പോയിരിക്കും. പുള്ളിയുടെ അടുത്ത് തന്നെ മാറിയിരിക്കും. പുള്ളി ക്വസ്റ്റ്യൻ ചെയ്യുന്നു, ഇവർ ആൻസർ ചെയ്യുന്നതും നമ്മളതിനകത്ത് നോട്ട് ചെയ്യും. പുള്ളി അത് ഓർഡേഴ്സ് പാസ്സാക്കിയാണ് അങ്ങനെ പാസ്സാക്കി. അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് കളക്ടറേറ്റിലാണ് സത്യം പറഞ്ഞാൽ കൂടുതൽ കാലം ഞാൻ. പിന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് സീറ്റൊക്കെ നിന്ന് ആദ്യകാലത്ത് ഇത് പിന്നെ ഈ അടുത്തൊരു പ്രധാന ഘട്ടം എന്ന് പറയുന്നത് ഫ്രീഡം ഫൈറ്റേഴ്സ് പെൻഷന്റെ GO ഇറങ്ങുന്നത് എന്റെ സീറ്റിലാണ് അവർ ആ പേപ്പർ വന്നത്. ആ പേപ്പർ ആരും എടുക്കാൻ തയ്യാറായില്ല. അവസാനം ആ മാർക്ക് ചെയ്ത് പോലെ ഇന്ന സീറ്റിലേക്ക് മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ഫ്രീഡം ഫൈറ്റേഴ്സ് പെൻഷന്റെ ഗവൺമെന്റ് ഓർഡർ വന്നു. അപ്പൊ ഇത് വളരെ ലഘുവായിട്ടാണ് കണ്ടത് സംഗതി. ലഘുവായിട്ടാണ് കണ്ടത്. അന്ന് TV തോമസ് വരെ മിനിസ്റ്റർ കേരള TV തോമസൊക്കെ ഇരിക്കുന്ന കാലത്ത് ഉള്ള സമയത്താണ് ഈ ഫ്രീഡം പെറ്റീഷൻ ഓർഡർ വരുന്നത്. അങ്ങനെ ആ സബ്ജക്ട് എനിക്കായി. അതോടുകൂടി അതിന്റെ ആപ്ലിക്കേഷൻ പോകെല്ലാം ശരിയായി. ആപ്ലിക്കേഷൻ വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണൽ രജിസ്റ്റർ ചെയ്യാൻ സ്ഥലമില്ലാതായി. രജിസ്റ്റർ ഇങ്ങനെ എണ്ണം കൂടിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ആദ്യം ഒരു സ്പെഷ്യൽ രജിസ്റ്ററിലാണ് എഴുതിയത്. അത് ഒരു ഡെപ്യൂട്ടി കളക്ടർ അന്ന് ഡെപ്യൂട്ടി കളക്ടർ അന്ന് കളക്ടറേറ്റ് പറയുന്നത് പേഴ്സണൽ അസിസ്റ്റന്റ് ടു ദ ഡിസ്ട്രിക്ട് കളക്ടർ എന്നാണ് പറയുന്നത്. PA to DC. അങ്ങനെയുള്ള ഡെപ്യൂട്ടി കളക്ടർ എല്ലാവരും ഡെപ്യൂട്ടി കളക്ടർ പിന്നെ ലാൻഡ് റിഫോംസ് ഇങ്ങനെയൊക്കെ ഓരോ ഡെപ്യൂട്ടി കളക്ടർമാരുണ്ട്. അങ്ങനെ ആ ഫ്രീഡം ഫൈറ്റേഴ്സ് പെൻഷന്റെ പേപ്പർ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. അതനുസരിച്ച് അങ്ങനെ വന്ന് ആ കമ്മിറ്റിയൊക്കെ ഫോം ചെയ്ത് അഡ്വൈസറി കമ്മിറ്റി ഫോം ചെയ്ത് അഡ്വൈസറി കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് കളക്ടർ നിയമിതനായി. അപ്പൊ അങ്ങനെ കിട്ടുന്ന അപേക്ഷകളൊക്കെ റിപ്പോർട്ട് സഹിതം കിട്ടുന്ന അപേക്ഷകളൊക്കെ ആയിട്ട് പോവാൻ ഓരോ സ്ഥലത്തും ഇത് സിറ്റിംഗ് വെക്കാൻ തുടങ്ങി. കളക്ടറേറ്റ് മാത്രമല്ല, ഫ്രീഡം ഫൈറ്റേഴ്സ് ജില്ല ഒട്ടിക്കൊള്ളതുകൊണ്ട് അന്ന് പിന്നെ തിരുവല്ല താലൂക്ക് നമ്മുടെ താലൂക്കാണ്. പിന്നീട് തിരുവല്ല പത്തനംതിട്ടയ്ക്ക് പോയത്.
അങ്ങനെ കളക്ടറുടെ കൂടെ സത്യം പറഞ്ഞ കുറെ അധികം യാത്ര അതിനു വേണ്ടി നടന്നു. ഈ ഫ്രീഡം ഫൈറ്റേഴ്സ് പെൻഷന്റെ സിറ്റിംഗ് എവിടെ ഉണ്ടോ അവിടെ ഞാനും പോവും. ഇതിനിടയ്ക്ക് ഇത് രണ്ടാക്കി കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചു ഫ്രീഡം ഫൈറ്റേഴ്സ് പെൻഷൻ. അപ്പൊ കേന്ദ്രത്തിന്റെ ഒരാളും എടുത്ത് സ്റ്റേറ്റിന്റെ ഒരാളും എടുത്ത് അങ്ങനെ രണ്ടുപേരും ഈ കളക്ടറുടെ കൂടെ തന്നെ ധാരാളം സ്ഥലങ്ങളിൽ പോയി അങ്ങനെ കളക്ടറുമായിട്ട് ഒത്തിരി യാത്രകൾ നടത്തി. പോകുന്നിടത്തൊക്കെ നല്ല ഭക്ഷണം കിട്ടും. അത് പറയാനിരിക്കാനൊക്കത്തില്ല. കാര്യം നമ്മളെ ഭരതൻ സാറ് ഭരതൻ എന്നുള്ളതിന്റെ ഭരതൻ സാറിന്റെ പുള്ളി നല്ല ഭക്ഷണപ്രിയനായിരുന്നു. സത്യം പറഞ്ഞു എവിടെ ചെന്ന് കഴിഞ്ഞാലും പുള്ളിക്ക് ഉച്ചയാകുമ്പോഴത്തേക്ക് അവിടെ എവിടെയെങ്കിലും അവിടെ ഉള്ള പ്രധാനപ്പെട്ട ഒരാള് അയാൾ ഈ ഭക്ഷണം ഏറ്റെടുക്കും കളക്ടർക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പം അടുത്ത ഏതെങ്കിലും സ്ഥലത്തായിരിക്കും വീടായിരിക്കും. അപ്പൊ ഈ സിറ്റിംഗ് കഴിഞ്ഞാൽ അവിടെ നേരെ ജീപ്പ് പോകുന്ന അങ്ങോട്ടാണ്. കളക്ടർക്ക് ജീപ്പേ ഉള്ളു. ഇന്ന് ജീപ്പ് എന്ന് പറയുന്നത് കാണാനുണ്ടായില്ല. അന്ന് കളക്ടർക്കാണ് ജീപ്പുള്ളത്. SP ക്ക് വരെ അന്ന് കാറുണ്ടായിരുന്നു. പക്ഷെ കളക്ടർക്ക് ജീപ്പാണ് കൊടുത്തത്. അത്